ഹലോ ഗായ്സ്, മലയാള സിനിമയുടെ ബ്രാൻഡ് അംബാസഡർ. മലയാള സിനിമ ലോക സിനിമയിലേക്ക് ഉയർത്തപ്പെടാൻ വേണ്ടിയിട്ട് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ഒരു സിനിമാ നടൻ ഡയറക്ടറായി ചെയ്ത പടമാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. അതായത് മലയാള സിനിമയെ ലോക നിലവാരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു സിനിമ. വലിയ രീതിയിലുള്ള പ്രൊമോഷനും വലിയ രീതിയിലുള്ള ക്യാമ്പയിനും എല്ലാം നടന്നു. അങ്ങനെയാണ് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ അതീവ ഹൈപ്പിൽ വന്ന് റിലീസായത് 27-ാം തീയതി രാവിലെ. ഞാനും 6 മണിക്ക് തന്നെ ഫാൻ ഷോയ്ക്ക് ടിക്കറ്റ് എടുത്ത് പോയി. സിനിമ കണ്ടു. ആന്റണി ചേട്ടൻ പറഞ്ഞായിരുന്നു ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരണമെന്ന്. സോ ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയത്. സോ സിനിമ ഒറ്റ വാക്കിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിസപ്പോയിന്റഡ് കമ്പയറിങ് വിത്ത് ലൂസിഫർ. ലൂസിഫറുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ സിനിമ എന്ന് പറയുന്നത് ഒരു 40% മാത്രമേ വരുള്ളൂ ലൂസിഫറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സോ അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ലൂസിഫർ വാസ് ഇൻ എ വെരി ഗുഡ് വെരി ഹൈ ലെവൽ. സോ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇത് ലൂസിഫറിന്റെ ഒരു 40% മാത്രമേ ഈ സിനിമയുള്ളൂ. ഒരു ഹാഫ് എന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ലൂസിഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രോങ്, എല്ലാവരെയും കണക്ട് ചെയ്തിരിക്കുന്ന നല്ലൊരു സ്റ്റോറി ഉണ്ടായിരുന്നു, നല്ലൊരു വില്ലൻ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് നല്ല സ്റ്റോറി എന്ന് പറയുന്നത് വളരെ ഒരുമാതിരി സ്റ്റോറിയാണ് മെയിൻ പ്രശ്നം. പൃഥ്വിരാജിന്റെ ഡയറക്ഷനും ലാലേട്ടന്റെ ഷോട്ട്സും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. പക്ഷെ സ്റ്റോറി എന്ന് പറയുന്നത് വെറും പൊട്ട സ്റ്റോറിയാണ്. അതായത് കുറെ മുസ്ലിം ഹിന്ദു വർഗീയതയും ഇടിയൊക്കെയാണ് സ്റ്റോറിയുടെ ബേസ് എന്ന് പറയുന്നത്. ഈ സ്റ്റോറി ആരംഭിക്കുന്നത് തന്നെ നമ്മുടെ പൃഥ്വിരാജിന്റെ കുട്ടിക്കാലം കാണിച്ചുകൊണ്ടാണ്. പൃഥ്വിരാജിന്റെ കുട്ടിക്കാലത്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുത്വ തീവ്രവാദികൾ വന്നിട്ട്, പൃഥ്വിരാജ് എന്ന് പറയുന്നത് സമീദ അഹമ്മദോ അങ്ങനെ സമൂദ് അങ്ങനെ എന്തോ പറഞ്ഞ ആളാണല്ലോ. അപ്പം ഇവരുടെ ടീമിലുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ഇവരെല്ലാം കൂടെ ഒരു ഹിന്ദുത്വ തീവ്രവാദി വന്ന് കൊന്നു കളയുന്നു. ബജറംഗ് ദളിന്റെ ആൾക്കാർ വന്നിട്ട് കൊന്നു കളയുന്നു. അതാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് തുടക്കത്തിൽ അത് കാണിച്ച് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയോ എന്താ പറയേണ്ടത്, വേറെ ഏതൊക്കെയോ രാജ്യത്ത് ഇറാഖില്, കുറച്ച് കഴിയുമ്പം പോളണ്ട്, റഷ്യ, അത് ഇത് മണ്ണാങ്കട്ട എന്ന് പറഞ്ഞിട്ട് ആഫ്രിക്ക, ഈ വക എല്ലാ രാജ്യങ്ങളിലും ഏതൊക്കെയോ വില്ലന്മാർ വന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നു. ഏതൊക്കെയോ ഒരു ഹോളിവുഡ് സ്റ്റൈലാണ് അവർ പിടിച്ചേക്കുന്നത്. പക്ഷേ അത് മലയാളി പ്രേക്ഷകർക്കും കുടുംബ പ്രേക്ഷകർക്കൊന്നും മലയാളത്തിലുള്ളവർക്കൊന്നും കണക്ട് ആകാൻ യാതൊരു സാധ്യത ഞാൻ കാണുന്നില്ല. ഏതായാലും അങ്ങനെ പറഞ്ഞിട്ട് ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് കുറെ ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ കുറച്ച് നേരം നമ്മൾ വിചാരിക്കുന്നത് അത് മലയാളം ഇവിടെ കേരളം ഒന്നും കാണാൻ പോലും ഇല്ലായിരുന്നു കുറെ നേരത്തേക്ക്. അങ്ങനെ ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ബ്രഹ്മാണ്ഡ ചലച്ചിത്രം എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ എടുത്തത്. കുറെ നേരം അങ്ങനെ എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരുന്നു. അതിന്റെ ഇടയ്ക്ക് ആരൊക്കെയോ വരുന്നു, ആരൊക്കെയോ തട്ടുന്നു പൊട്ടുന്നു. അങ്ങനെ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേനൊക്കെയാണ് ലാലേട്ടൻ ഇങ്ങനെ പതുക്കെ വരുന്നത്. ലാലേട്ടൻ എൻട്രൻസ് എന്ന് പറയുന്നത്, ലാലേട്ടന്റെ ആ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ നല്ലൊരു 2-3 ഹെലികോപ്റ്റർ ഒക്കെ ഇങ്ങനെ വന്നിട്ട് വലിയ രീതിയിലുള്ള ഇൻട്രൊഡക്ഷൻ ആയിരുന്നു ലാലേട്ടന്റെ. അതാണ് ഞാൻ പറഞ്ഞത്, ഡയറക്ഷൻ വൈസ് പൃഥ്വിരാജ് ആ ഷോട്ട്സ് എടുക്കുന്നതും കാര്യങ്ങളെല്ലാം വളരെ എന്താ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും ഓരോരോ ഷോട്ട്സും സീൻസ് എന്നൊക്കെ പറയുന്നത് വളരെ നല്ലതായിരുന്നു. പക്ഷെ സ്റ്റോറിയാണ് പ്രശ്നം. അങ്ങനെ മോഹൻലാൽ കുറച്ച് കഴിയുമ്പോഴത്തേന് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആദ്യം ഈ ഹിന്ദുത്വ തീവ്രവാദിയായിട്ട് പൃഥ്വിരാജിന്റെ അച്ഛനെയും കുടുംബക്കാരെയും നാട്ടുകാരെയും എല്ലാം കൊന്നു കളഞ്ഞിട്ടുള്ള ഒരു ആളുണ്ടല്ലോ, അയാളാണ് ഈ സിനിമയിലെ വില്ലൻ എന്ന് പറയുന്നത്. സോ ആ വില്ലൻ എന്ന് പറയുന്നത് പൊളിറ്റിക്കലി ഭയങ്കര ഹോൾഡ് ഉള്ളതാണ്. അങ്ങനെ പുള്ളി വലിയ കേന്ദ്രത്തിൽ വലിയ നിലയിലെത്തുന്നു. അതായത് മുരളി ഗോപിയാണ് ഇതിന്റെ സ്റ്റോറി ചെയ്തേക്കുന്നത്. സ്റ്റോറി ചെയ്തപ്പം കൃത്യമായിട്ട് മുരളി ഗോപി ഈ ബജറംഗ് ദളിന്റെ വലിയ ആളെയൊക്കെ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ നരേന്ദ്രമോദി, അമിത്ഷായൊക്കെ തന്നെയാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അങ്ങനെ അമിത്ഷായുടെ ഗുജറാത്ത് കലാപത്തെ പറ്റിയൊക്കെയാണോ ഈ തുടക്കത്തിൽ കാണിച്ചിട്ടുള്ള ഹിന്ദു മുസ്ലിം കലാപത്തെ പറ്റി ട്ടുള്ളത് എന്നൊക്കെ ഭാവിയിലുള്ള ആൾക്കാർ, വലിയ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ നിരീക്ഷണം നടത്തട്ടെ എന്നാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. സോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പടമാണ്. ആ സമയത്തൊക്കെ അങ്ങനെ കുറെ വർഗീയതയും കാര്യങ്ങളൊക്കെയാണ് തുടക്കത്തിൽ ഉള്ള ഭാഗത്ത്. ഈ ബജറംഗ് ദൾ കൊലപാതകം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഈ ബജറംഗ് ദളിനെയൊക്കെ ഇത്രയും നെഗറ്റീവായിട്ട്, ഒരു ഹിന്ദുത്വ തീവ്രവാദ സംഘടനയെയൊക്കെ ഇത്രയും നെഗറ്റീവായിട്ട് കാണിച്ചിട്ട് എങ്ങനെയാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ പടം കൊണ്ടുപോയിട്ട് ഓടിച്ച് ഇതിനെ ഒരു പാൻ ഇന്ത്യ ലെവലിലേക്ക് എത്തിക്കാൻ പൃഥ്വിരാജൊക്കെ പ്ലാൻ ഇടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഇല്ല. പിന്നെ രാഷ്ട്രീയമായിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പിണറായി വിജയനെയും CPM-നെയും വളരെ രീതിയിൽ അടച്ചാക്ഷേപിക്കുകയാണ് ചെയ്തേക്കുന്നത്. അടച്ചാക്ഷേപിക്കുന്നത് എന്താക്ഷേപമാണെന്ന് അറിയത്തില്ല. ഏതായാലും നമ്മുടെ കേരളത്തിന് വാളയാറിനും കാസർഗോഡിനും അപ്പുറം നിങ്ങളുടെ പാർട്ടി ഇല്ല എന്നൊക്കെ ഉള്ള ഡയലോഗ് അടിക്കുന്നു. അതേപോലെ തന്നെ പിണറായി വിജയൻ കറുത്ത മാസ്ക്, വളരെ സെക്യൂരിറ്റി റീസൺസ് മൂലം കറുത്ത മാസ്ക് ധരിക്കരുത് എന്ന് പറഞ്ഞതിനെ കളിയാക്കുന്നു.
അതുപോലെ തന്നെ മാർഗംകളി ഒരു നല്ല രീതിയിൽ CPM നടത്തിയ ഒരു മാർഗംകളീനെ ഇവര് കാരണഭൂതനായിട്ടുള്ള എന്നൊക്കെ പറഞ്ഞുള്ള മാർഗംകളീനെ ഈ സിനിമയിൽ കളിയാക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സുരേന്ദ്രൻ 35 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അധികാരം ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞതിനെ സുരാജ് എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന BJP പ്രസിഡന്റ് സുരേന്ദ്രൻ ഈക്വൽ ആയിട്ടാണ് ഈ സിനിമയിൽ ചെയ്തേക്കുന്നത്. അങ്ങനെ കറന്റ്ലി പൊളിറ്റിക്കലി നടക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ഇന്റർനാഷണൽ പടം എന്ന് പറഞ്ഞിട്ടുള്ള ഈ പടത്തേക്ക് കേരളത്തിലെ ഏതാനും ചില പൊളിറ്റിക്കൽ ലീഡേഴ്സ് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സും ഇവിടെ നടന്ന സംഭവവികാസങ്ങളൊക്കെ വെച്ചിട്ട് അതൊക്കെ എന്തിനാണ് ഈ പടത്തിലേക്ക് കുത്തിക്കയറ്റുന്നത്? ഇതൊരു 10 വർഷം കഴിഞ്ഞ് കാണുന്ന ഒരാൾക്ക് ഇതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതുപോലുള്ള കാര്യങ്ങളൊന്നും ഒരു ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യ ലെവലിലേക്ക് ഇറങ്ങുന്ന പടങ്ങളിലേക്ക് ഇതുപോലെ റീജിയണൽ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെയാണ് ഇവർ കുത്തിക്കയറ്റി വിട്ടിരിക്കുന്നത്. സോ അതൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു ഇതായിരുന്നു. അതേപോലെ തന്നെ ബജരംഗ് ദളിനെതിരെ വല്ലാത്ത രീതിയിൽ ഈ സിനിമ നെഗറ്റീവ് അടിക്കുന്നു. അത് നോർത്ത് ഇന്ത്യയിലും പോലുള്ള ആൾക്കാർക്കൊന്നും അത് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. പിന്നെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു മുസ്ലിം ഹിന്ദു കലാപമാണ്. ആ സമയത്ത് മുസ്ലിങ്ങളെ രക്ഷിച്ചുകൊണ്ട് ഒരു ഹിന്ദുവിന്റെ വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നത്. അവിടെ കുറച്ച് ക്ലീശ മതേതര മതത്വവും മതസൗഹാർദ്ദത്തിനെ കുറച്ച് ക്ലീശ ഡയലോഗ്സുകൾ അവിടെയും വാരി. അങ്ങനെ ഈ സിനിമ ഏകദേശം ഈ ഖുറൈഷി അബ്രാഹാം എന്ന് പറഞ്ഞ ഒരാളെ പറ്റിയിട്ടുള്ള സിനിമയായിട്ടാണ് ഈ സിനിമ എടുത്തേക്കുന്നത്. അല്ല സ്റ്റീഫൻ നെടുമ്പള്ളി ഇതിനകത്ത് അധികം ഇല്ല. അപ്പം ഇങ്ങനെ ഖുറൈഷി അബ്രാഹാം അവിടെ വിദേശത്ത് ഇറാഖിലും ഹോളണ്ടിലും റഷ്യയിലും അമേരിക്കയിലും അന്റാർട്ടിക്കയിലൊക്കെ പോയിട്ട് ഇങ്ങനെ കുറേ എന്തൊക്കെയോ ചെയ്ത് നടക്കുന്ന കാണിക്കുന്നതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ കേരളത്തില് ഇടുക്കിയുടെ മലയോര മേഖലയിൽ ഇടുക്കി നെടുമ്പള്ളിയിൽ ഏതോ ഒരു ചെക്ക് ഡാം വരുന്നതാണ് ഇവിടെ പ്രശ്നമായത്. ചെക്ക് ഡാം വരുന്നതിന് ജിതിൻ രാംദാസ് നമ്മുടെ ടൊവിനോ തോമസ് കൈക്കൂലി മേടിച്ച് അവിടെ ചെക്ക് ഡാമിന് അനുമതി കൊടുത്തു എന്നുള്ള ഒരു പ്രശ്നമാണ് നെടുമ്പള്ളിയിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റീഫൻ ചായം വരണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇന്ദ്രജിത്ത് ഒരു വീഡിയോ അങ്ങോട്ട് ഇറക്കി വിടുവാണ്. ഈ നമ്മുടെ ടൊവിനോയ്ക്ക് ഈ സ്റ്റീഫൻ ചായനെ കുറിച്ച് പേടിയുണ്ട്. സ്റ്റീഫൻ ചായൻ ആരൊക്കെയോ ആണെന്ന് ടൊവിനോയ്ക്ക് ഒരു പേടിയുണ്ട്. അതുകൊണ്ട് ടൊവിനോ നമ്മുടെ വേറെ ഒരാളോട് സഹായം ചോദിച്ചാൽ ആ വേറെ ഒരാൾ ഇന്ദ്രജിത്തിനോട് സഹായം ചോദിച്ചിട്ടാണ് ഈ മോഹൻലാലിനെ പറ്റി, അതായത് ഇപ്പൊ എവിടെയാണ് അബ്രഹാം ഖുറേഷി, ഇപ്പം 4 വർഷമായിട്ട് നമ്മുടെ സ്റ്റീഫൻ ചായൻ ഒളിവിലാണ്. അതായത് കേരളത്തിലുള്ളവർക്ക് അറിയില്ല എവിടെയാണ്. അപ്പം പുള്ളിനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രജിത്തിനെ കയറ്റി വിടുന്നുണ്ട്. ഇന്ദ്രജിത്തൊക്കെ ഈ സിനിമയിൽ എന്താണ് ഇന്ദ്രജിത്തിന്റെയൊക്കെ റോൾ എന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല. ഫസ്റ്റ് ഹാഫിൽ കുറെ നേരം ഇന്ദ്രജിത്ത് മോഹൻലാലിനെ അന്വേഷിച്ചുകൊണ്ട് അന്റാർട്ടിക്കയിലോ അമേരിക്കയിലോ അവിടെ ഇവിടെയൊക്കെ ചുമ്മാ പോയി കറങ്ങി നടക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലൊന്നും ഇന്ദ്രജിത്തിന്റെ പൊടി പോലും ഇല്ല കാണാൻ. ഇന്ദ്രജിത്തൊക്കെ ആ സിനിമയിൽ എന്താണ് ആ റോൾ എന്നൊന്നും മനസ്സിലാവുന്ന പോലും ഇല്ല. ഇന്ദ്രജിത്തൊക്കെ ഒരു അഭിനയം അങ്ങനെ ഒരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റോറിയുടെ പ്രശ്നമാണ്, റോളില്ലായിരുന്നു. അതുപോലെ തന്നെ ടൊവിനോ തോമസ് ആണ് ഇതിനകത്ത് വില്ലനായിട്ട് പറയുന്നത്. അതായത് മുഖ്യമന്ത്രി CM ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ടൊവിനോ സ്വന്തം നിലയിൽ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. PK രാംദാസ് ബേസിക് പ്രിൻസിപ്പിൾസ് ഒന്നും രാഷ്ട്രീയത്തിൽ പാലിക്കാതെയായി, കൈക്കൂലി മേടിച്ച് ചെക്ക് ഡാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന ഹിന്ദുത്വ തീവ്രവാദിയായിട്ട് ഈ ജിതിൻ രാംദാസ് കൈകോർത്ത് അവരൊരു പാർട്ടിയായിട്ട് കേരളം ഭരിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ആ സിറ്റുവേഷനാണ് നമ്മുടെ സ്റ്റീഫൻ ചായം വന്ന് രക്ഷിക്കണമെന്ന് പറയുന്നത്. അപ്പൊ സ്റ്റീഫൻ ചായൻ എന്തോ അതിബുദ്ധി കാണിച്ചിട്ട് സ്റ്റീഫൻ ചായൻ ഫസ്റ്റ് ഹാഫ് തീരുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു വില്ലന്റെ ഏതോ ഒരു കെട്ടിടത്തിൽ പോയിട്ട് എന്തോ വെടിവെപ്പിൽ നടത്തിയിട്ട് സ്റ്റീഫൻ മരിച്ചു എന്ന് പത്രത്തിലും ന്യൂസുകളിലെല്ലാം വരുത്തുന്നതോടെയാണ് നമ്മുടെ ഫസ്റ്റ് ഹാഫ് തീരുന്നത്. അതായത് തിയേറ്ററിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും അറിയാം സ്റ്റീഫൻ മരിക്കാനൊന്നും പോകുന്നില്ലെന്ന്. അത് അവര് ട്വിസ്റ്റ് ആയിട്ട് ചെയ്തതാണോ എന്ന് എനിക്കറിയത്തില്ല. സ്റ്റീഫൻ മരിച്ചു എന്നുള്ള വാർത്തകളെല്ലാം പടരുന്നു. അപ്പൊ ഇറങ്ങിയപ്പോ എല്ലാവരും പറയുന്നുണ്ടോ ഞങ്ങൾ വിശ്വസിച്ച് സ്റ്റീഫൻ മരിച്ചത് ഞങ്ങൾ വിശ്വസിച്ചു എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. എല്ലാ മണ്ടന്മാർക്കും അറിയാം സ്റ്റീഫൻ ഒന്നും മരിക്കാൻ പോകുന്നില്ലെന്ന്. അത് അടുത്ത ഷോട്ടിൽ പറയുന്നുണ്ട്. അവിടെ വെടിയേറ്റപ്പം വെടിയുടെ ഒച്ച മാത്രം കേൾക്കുമ്പോഴാണ് സ്റ്റീഫൻ മരിച്ചെന്ന് പറയുന്നത്. അപ്പം വെടി കൊണ്ടത് ഓപ്പോസിറ്റ് ആൾക്കാർക്കാണ് സ്റ്റീഫൻ രക്ഷപ്പെട്ടെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ എല്ലാ സിനിമയിലും എത്രയോ സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാ. വെടിവെച്ച് കേൾക്കുന്നു, ഒരാൾ മരിച്ചെന്ന് പറഞ്ഞ് വാർത്ത വരുന്നു, മരിച്ചത് മറ്റേ ആളാ. ഇതൊക്കെയാണോ ഒരു ഇന്റർനാഷണൽ പടത്തിൽ കയറ്റി വിടുന്നത്? പിന്നെ ഈ മരിച്ചെന്ന് പറയുന്ന സ്റ്റീഫൻ തിരിച്ചു വന്നിട്ട് ഒരു രാത്രിയിലാണ് പ്രിയദർശിനി രാംദാസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് തിരിച്ചു വരുന്നത്. പ്രിയദർശിനി രാംദാസിനെ കുറെ ഗുണ്ടകൾ ഓടിച്ചിട്ട് ഒരു കാട്ടിൽ കൊണ്ട് കയറ്റി കഴിയുമ്പോൾ അവിടെയാണ് നമ്മുടെ മോഹൻലാൽ, മരിച്ചുപോയ മോഹൻലാൽ തിരിച്ചു വരുന്നത്. സോ ആ ഒരു സീക്വൻസും ആ ഒരു ഷോർട്സും കാര്യങ്ങളൊക്കെ നല്ല രസമാണ്, നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, അതിലൊന്നും സംശയമില്ല. നമ്മുടെ സ്റ്റോറിയാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്ന സ്റ്റോറിയാണല്ലോ, സ്റ്റോറി ഇല്ലാത്തതാണ് പ്രശ്നം. ആ ഒരു മോഹൻലാലിന്റെ എൻട്രിയും കാര്യങ്ങളെല്ലാം നല്ലതായിരുന്നു പ്രിയദർശിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ മഞ്ജു വാര്യരുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മഞ്ജു വാര്യർ ചെയ്തേക്കുന്ന. ഒരു എന്താ നല്ല സ്ട്രോങ് വുമൺ ആയിട്ടുള്ള ഒരാൾ പൊളിറ്റിക്സിലേക്ക് വരുന്നതാണ്. സോ മഞ്ജു വാര്യരുടെ സീക്വൻസ് ഒക്കെ വളരെ നല്ല രീതിയിൽ മഞ്ജു വാര്യർ ചെയ്തിട്ടുണ്ട്. ആ ഒരു റോളും ഈ സിനിമയിലെ ഏറ്റവും ബെസ്റ്റ് റോൾ എന്ന് പറയാൻ പറ്റുന്ന റോളും മഞ്ജു വാര്യരുടെ
പിന്നെ ഈ കേരള പൊളിറ്റിക്സിന്റെ ഒരു അയില് നോക്കിക്കഴിഞ്ഞാല് കഴിഞ്ഞ ലൂസിഫറിലാണെങ്കിലും ജയിലിൽ കിടന്ന് കഴിയുമ്പോഴത്തേനും ഇനി സ്റ്റീഫൻ നെടുമ്പള്ളി കേരള പൊളിറ്റിക്സിലേക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റീഫൻ നെടുമ്പള്ളി സ്റ്റീഫന്റെ കാര്യം നോക്കി പോകുന്നു. ഇതുപോലെ തന്നെ ഇവിടെയാണെങ്കിലും സ്റ്റീഫൻ മരിച്ചെന്ന് പറഞ്ഞിട്ട് സ്റ്റീഫൻ അങ്ങോട്ട് ക്യാമറയുടെ മുന്നിലേക്ക് അങ്ങ് വരുന്നില്ല. എല്ലാം പുറകെ നിന്നിട്ട് പ്രിയദർശിനി രാമദാസിനെ കൊണ്ടുള്ള കളിയാണ് പുള്ളി കളിക്കുന്നത്. പുള്ളി അങ്ങോട്ട് ഇറങ്ങി അങ്ങ് കളിക്കുന്നില്ല. ഏതായാലും ടൊവിനോയും ഫസ്റ്റ് ഈ പൃഥ്വിരാജിന്റെ ഫാമിലിനെ കൊന്ന ബജറംഗ് ദളിന്റെ ആ ഒരു അത് കേന്ദ്രത്തിലിരിക്കുന്ന ആ ലീഡറാണ്. അപ്പൊ അയാളും തമ്മിൽ കൈകോർത്തിട്ട് ഇവിടെ പുതിയ പാർട്ടി ഉണ്ടാക്കിയതോടെയാണ് നമ്മുടെ സ്റ്റീഫച്ചായൻ തീരുമാനം എടുത്തത്. ഈ നമ്മുടെ ഈ ഫാമിലിനെ കൊന്നിട്ട് പൃഥ്വിരാജ് ചെറുപ്പത്തിൽ വരുന്നുണ്ടല്ലോ, ആ സമയത്ത് മോഹൻലാൽ ഒരു വാക്ക് കൊടുത്തായിരുന്നു, നിന്റെ ഫാമിലിനെ കൊന്നയാളെ കൊല്ലാൻ നിനക്ക് ഞാനൊരു ചാൻസ് തരും, ഒരു പ്രതികാരം ചെയ്യാൻ നിനക്ക് ഞാനൊരു ചാൻസ് തരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം എന്താ സംഭവിച്ചത്, ഈ ടൊവിനോ തോമസും ഈ പറയുന്ന ഈ ബജറംഗ് ദളിന്റെ ആളും കൂടെ ടീമായി ഒരു പാർട്ടി ആയതോടെ സ്റ്റീഫനും കൂടെ ഇദ്ദേഹത്തെ അങ്ങ് കൊന്നു കളഞ്ഞാലോ എന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ക്ലൈമാക്സിലേക്ക് എത്തുന്നത്. ക്ലൈമാക്സിൽ ചെന്ന് എന്താണ്, ഈ പൃഥ്വിരാജ് അപ്പോഴത്തേനും ക്ലൈമാക്സ് ആകുമ്പോഴത്തേനും പൃഥ്വിരാജിന് അദ്ദേഹത്തെ കൊന്നോളാനുള്ള അനുവാദം ലാലേട്ടൻ കൊടുക്കുവാണ്. എന്നിട്ട് ക്ലൈമാക്സ് വന്നിട്ട് പൃഥ്വിരാജ് ലാലേട്ടനും കൂടെ രണ്ടുപേരും കൂടെ കൂടിയിട്ട് ഇവന്റെ അമ്മയും പെങ്ങന്മാരെ എല്ലാം കൊന്ന അതേ സ്പോട്ടിൽ തന്നെയാണ് ക്ലൈമാക്സ്. അവിടെ വന്നിട്ട് ഇയാളെ പോയിട്ട് കൊല്ലുന്നു. ഈ കൊല്ലുന്ന സമയത്ത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് അറിയത്തില്ല ഈ വന്നേക്കുന്ന മസൂദും ഇയാളൊക്കെ പണ്ട് ഇയാള് കൊന്നിട്ടുള്ള ആൾക്കാരുടെ മകനാണെന്നുള്ള കാര്യം ഇയാൾ അറിയുന്നില്ല. എന്നിട്ട് ചുമ്മാ ഇയാളെ അവസാനം ഒറ്റ രണ്ട് വെടിക്കാൻ കൊല്ലുവാണ്. അയാൾ വെടിവെക്കുന്നതിന് മുമ്പ് ചോദിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ ആരാണ്, നിങ്ങൾ മലബാറികളാണോ, നിങ്ങളൊക്കെ എവിടുന്നാണ് വന്നേക്കുന്നതെന്ന് ഈ പറയുന്ന വില്ലൻ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പോലും പുള്ളി പറയുന്നില്ല. പുള്ളി പറയുന്നത് ഞങ്ങളൊക്കെ ഭാരതീയരാണെന്ന് പറഞ്ഞിട്ട് ഒരു മാസ്റ്റർ ഓടിച്ച് നേരെ വെടിവെച്ച് വന്നേക്കുക. ഈ ചത്തവൻ അറിയത്തില്ല ഈ കൊന്നത് പ്രതികാരമായിരുന്നെന്ന് പോലും മനസ്സിലാകുന്നില്ല. അതാണ് എനിക്ക് ഭയങ്കര കോമഡി ആയിട്ടുള്ളത്. എന്നാൽ ചത്തനോട് പറയണ്ടേ, എടാ ഞാൻ നീ പണ്ട് കൊന്നിട്ടുള്ള ഒരാളുടെ മകനാണെന്ന് പറയണ്ടേ. അതൊന്നും പറയാതെ ഒറ്റയടിക്ക് വില്ലിനെ വെടിവെച്ച് കൊല്ലും. പിന്നെ പൃഥ്വിരാജ് ഒന്നും ഫസ്റ്റ് ഹാഫിൽ ഇല്ല. പൃഥ്വിരാജിന്റെ ഇൻട്രോ എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫിലാണ് പൃഥ്വിരാജിന്റെ ഇൻട്രോ. പൃഥ്വിരാജൊക്കെ ഈ സിനിമയിൽ ലൂസിഫറിൽ കളിച്ച പോലെ അവിടെ വന്നിട്ട് ഓക്കെ നോട്ടഡ് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് വെടി വെക്കുന്നു, രണ്ട് ഫൈറ്റ്, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഡയലോഗോ കാര്യങ്ങളോ ഒന്നും ഇല്ല പൃഥ്വിരാജിനൊന്നും. പിന്നെ ആ ബജറംഗ് ദളിന്റെ ആളായിട്ട് അഭിനയിച്ച ആ വില്ലൻ ആണെങ്കിലും നമ്മുടെ ഫസ്റ്റ് ലൂസിഫറിലെ വില്ലൻ എന്ന് പറയുന്ന ബോബി, ആ ക്യാരക്ടറൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ വില്ലൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വയ്യാത്ത ഒരു വില്ലനായിട്ടാണ് ആ വില്ലനൊക്കെ അഭിനയിച്ചേക്കുന്നത്. അതൊന്നും ഒരു രസമില്ല. നമ്മുടെ ലൂസിഫറൊക്കെ വെച്ച് നോക്കുമ്പം, ലൂസിഫറിലെ വില്ലനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്തെ വില്ലനൊന്നും ഒരു രസമില്ല. അങ്ങനെ ഈ വില്ലനെ എല്ലാം കൊന്നു കഴിയുമ്പോഴത്തേനുമാണ് നമ്മുടെ പടം അവസാനിക്കുന്നത്. പടം അവസാനിക്കുമ്പോഴത്തേനും ഒരു കോൾ വരുന്നു, നിങ്ങൾ പണ്ടെങ്ങാണ്ട് കൊന്നു വിട്ട് വേറെ ഒരാളുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ ഒരു ഫൈറ്റിനിടയ്ക്ക് മോഹൻലാൽ ചത്തെന്ന് പറഞ്ഞില്ലേ, ആ ഫൈറ്റിൽ മോഹൻലാൽ മറ്റേ ആളെയാണല്ലോ കൊന്നത്. ആ കൊന്നയാളുടെ ഏതോ സഹോദരനെ പോലുള്ള ഒരു വേറെ ഒരു ഗുണ്ട് വിളിക്കുന്നു. എന്നിട്ട് നിങ്ങളെല്ലാം ഞാൻ തകർക്കുമെന്ന് പറഞ്ഞ് മോഹൻലാലിനെ കോൾ വരുന്നു. ആ ആളാണ് ഈ തിരിഞ്ഞു നിൽക്കുന്ന പടം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കുറെ നാൾ വൈറലായി. ഇതാരായിരിക്കും, എന്നാലും ഇത്രയും വലിയ ആളായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഗസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പരിപാടിയൊക്കെ നടത്തില്ല. അയാളാണ് ആ വിളിക്കുന്നത്. ആ വിളിക്കുന്ന ആളുടെ മുഖം എന്നിട്ട് തിയേറ്ററിൽ കാണിച്ചു. തിയേറ്ററിൽ കാണിച്ചപ്പോൾ ആ ആളെ പലർക്കും അറിയത്തില്ല. ഏതോ ഒരു ഹോളിവുഡിൽ ഏതോ ഒരു ആക്ടറിനെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തത്. അദ്ദേഹത്തിന്റെ പേര് പോലും എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. അതാണ് ഇവര് ഒളിപ്പിച്ചു വെച്ചിരുന്ന വലിയ മാരക ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഇതാരാണ് ഇയാളൊക്കെ? പിന്നെ ലൂസിഫറിലുള്ള പോലെ തന്നെ നമ്മുടെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് അവൻ വരണം, സ്റ്റീഫച്ചായൻ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫീൽച്ചറിൽ നിന്ന് അദ്ദേഹത്തിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആ വഴിക്ക് നടക്കുന്നുണ്ട്. അപ്പം പറഞ്ഞ് നമ്മളിന്ന് കൺക്ലൂഡ് ചെയ്യുവാണെങ്കിൽ ഇന്ദ്രജിത്തിനെ എന്തൊക്കെയോ ഫസ്റ്റ് ഹാഫിൽ വന്ന് കാണിച്ചിട്ട് ഇന്ദ്രജിത്ത് പോകുന്നു. പൃഥ്വിരാജ് സെക്കൻഡ് ഹാഫിലാണ് വരുന്നത്. പൃഥ്വിരാജ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പൃഥ്വിരാജിന്റെ അച്ഛനെ കൊന്നതിന്റെ പ്രതികാരം എന്നുള്ള രീതിയിലേക്ക് ആ പടത്തെ അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് ഒരു കൺവേർജ് ചെയ്ത് അങ്ങ് പോവാണ്. ഒരു വലിയൊരു രീതിയിലേക്ക് പോകുന്നില്ല. വളരെ നാരോയിസ്റ്റിക് ആയിട്ട് ഒരു ക്ലൈമാക്സ് നടത്തി തീർത്തിരിക്കുകയാണ്. സോ നമ്മൾ മൊത്തത്തിൽ അതുകൊണ്ട് നമ്മുടെ റിവ്യൂ ഒന്ന് കൺക്ലൂഡ്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ പറയുമ്പോൾ ദിസ് ഈസ് വെരി മച്ച് ഡിസപ്പോയിന്റിങ് കമ്പയറിങ് വിത്ത്, ബിക്കോസ് ഓഫ് ദ ഇത്രയും ഹൈപ്പ് തന്നിട്ട് ഈ പടം പോയി കാണുമ്പോൾ ഇറ്റ്സ് വെരി ഡിസപ്പോയിന്റിങ്. നോ സ്റ്റോറി അറ്റ് ഓൾ. പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ കൊള്ളാം, കാരണം നല്ല രീതിയിൽ സീക്വൻസും കാര്യങ്ങളിലൊക്കെ എടുത്തിട്ടുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് ഈ പറയുന്ന അടിക്കും കാര്യങ്ങൾക്കൊക്കെ കുറച്ച് കിട്ടുമായിരിക്കും. അതുകൊണ്ട് തിയേറ്ററിൽ പോയി കാണുന്നതിൽ തെറ്റില്ല. പക്ഷെ സ്റ്റോറി ഈസ് വെരി ലോ. ലൂസിഫർ വെച്ച് നോക്കുമ്പം ലൂസിഫർ ഇസ് മച്ച് ബെറ്റർ ദാൻ ദിസ്. ആൻഡ് ഓൾസോ ഇത് പാൻ ഇന്ത്യ പടം എന്നുള്ള രീതിയിൽ ഇറക്കി. പക്ഷെ പാൻ ഇന്ത്യ എന്ന് പറയാൻ ഒന്നും ഉണ്ടാവില്ല. ഇത് കേരളക്കാർ തന്നെ കണ്ട ഭാഗ്യം എന്ന് മാത്രമേ ഉള്ളൂ. തമിഴ്നാട്ടിലോ ഈ പറയുന്ന ആന്ധ്രാപ്രദേശിലോ ഹിന്ദി ഏരിയകളിലോ ഒന്നും ഈ പടത്തിന് യാതൊരു എഫക്റ്റും കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. കാരണം ഇത് അങ്ങനെ ഒരു പാൻ ഇന്ത്യ ലെവലിലേക്ക് ഇല്ല. അങ്ങനെ അത്രയും നല്ലൊരു ബേസ് സ്റ്റോറി ഇല്ല. ഇത് പലർക്കും കണക്ട് പോലും ആവൂല. ഈ സിനിമ വെച്ചുകൊണ്ട് മലയാള സിനിമ മുഴുവൻ ലോകത്തിന് മുമ്പിൽ വലിയ നിലവാരത്തിലേക്ക് എത്തുന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനായിരുന്നു ആ കഴിവ് മനസ്സിലാകുന്നത്. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ സിനിമ
ലൈക്ക. അപ്പൊ ലൈക്കയുടെ ഓൾറെഡി പറഞ്ഞാൽ കഴിഞ്ഞ മാസങ്ങളെല്ലാം പൊട്ടിയിരിക്കണം. അപ്പൊ ലൈക്ക് വിചാരിച്ചു ഇതും പിടിച്ചാൽ പൊട്ടാൻ